ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കണു. നമുക്ക് അടുത്ത ടോപ്പിക്ക് തുടങ്ങാം. ചൂസിങ് ആൻഡ് അപ്രോപ്രിയേറ്റ് വോയിസ്. ഇതുവരെ എടുത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് ചൂസിങ് ആൻഡ് അപ്രോപ്രിയേറ്റ് വോയിസ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചൂസിങ് ആൻഡ് അപ്രോപ്രിയേറ്റ് വോയിസ് ഇൻ അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹൂ ചൂസ് അപ്രോപ്രിയേറ്റ് വോയിസ്? The academic writer should choose an appropriate voice, apt voice. അപ്പം ഇതിൽ ഫസ്റ്റ് പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഇൻ ഹൂസ് വോയിസ് ഡു യു സ്പീക്ക് ഇൻ അക്കാഡമിക് വർക്ക്? വാട്ട് ആർ ദ അപ്രോപ്രിയേറ്റ് പ്രോനൗൺ ടു ബി യൂസ്ഡ് ഇൻ അക്കാഡമിക് വർക്ക്? അപ്പോൾ നിങ്ങൾക്ക് അതിന് ആദ്യം പ്രോനൗൺ എന്താണെന്ന് അറിയണം. എന്താണ്? ഹി, ഷീ, ഇറ്റ്, ഐ, ദേ, യു, ഇതിനൊക്കെയാണ് പ്രോനൗൺ എന്ന് പറയുക, പേഴ്സണൽ പ്രോനൗൺ. അതിൽ ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺ ഏതാണ്? സിംഗുലർ ആണ്, ഐ ആണ്. ഒന്ന് ഓർത്ത് വെക്കണേ, ഫസ്റ്റ് പേഴ്സണൽ പ്രോനൗൺ സിംഗുലർ ഐ ആണ്. ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ പ്രോനൗൺ ഏതാണ്? നമ്മൾ വി എന്ന് പറയും. ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ പ്രോനൗൺ വി. എന്താണ്? ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ പ്രോനൗൺ ഐയും ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ പ്രോനൗൺ വിയും ആണ്. സെക്കൻഡ് പേഴ്സൺ യു ആണ്. സെക്കൻഡ് പേഴ്സൺ യു, രണ്ടിലും യു ആണ്. തേർഡ് പേഴ്സൺ സിംഗുലർ ഹീ, ഷീ എന്നുള്ളതാണ്. ഹീ, ഷീറ്റൊക്കെ സെക്കൻഡ് പേഴ്സൺ സിംഗുലർ ആണ്. സെക്കൻഡ് പേഴ്സൺ സിംഗുലർ അല്ല, സെക്കൻഡ് പേഴ്സൺ നമ്മൾ പറഞ്ഞു യു എന്നുള്ളത്. ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഐയും ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ വിയും ആണ്. സെക്കൻഡ് പേഴ്സൺ എന്താണ്? യു ആണ്. ഓക്കെ. തേർഡ് പേഴ്സൺ സിംഗുലർ ഹീ, ഷീ എന്നുള്ളതാണ്. തേർഡ് പേഴ്സൺ പ്ലൂറൽ ആണ് ദേ. അപ്പം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അക്കാഡമിക് റൈറ്റിങ്ങിൽ നമ്മൾ ഏത് പേഴ്സണൽ പ്രോനൗൺ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അതിൽ എന്താണെന്ന് പറയാം. അതിൻ്റെ മുൻപ് നിങ്ങളെ ബുക്കിൽ കൊടുത്തു സെൻറ്റൻസ് വായിക്കാം. Although there is a widespread belief that academic writers should maintain objectivity in their approaches and perspective. ഫസ്റ്റ് പോയിൻ്റാണ്, അക്കാഡമിക് റൈറ്റേഴ്സ് ഷുഡ് മെയിൻറ്റെയിൻ ഒബ്ജക്റ്റിവിറ്റി ഇൻ ദെയർ അപ്രോച്ചസ് ആൻഡ് പെർസ്പെക്റ്റീവ്. അവരെ സമീപനത്തിലും അവരെ അപ്രോച്ചിലും പെർസ്പെക്റ്റീവിലും അല്ലെങ്കിൽ അവരുടെ വീക്ഷണത്തിലൊക്കെ ഒബ്ജക്റ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ദാറ്റ് മീൻസ് ഇംപേഴ്സണൽ. ഞാൻ പറഞ്ഞിരുന്നു, ഈ അക്കാഡമിക് റൈറ്റിൻ്റെ ബുക്കിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന സാധനമാണ് ഒബ്ജക്റ്റിവിറ്റി. ഫോർമൽ, അതുപോലെ ടെക്നിക്കലി, 3 ടേം നമ്മൾ പറഞ്ഞതായിരുന്നു. അതിൽ ഷുഡ് മെയിൻറ്റെയിൻ ഒബ്ജക്റ്റിവിറ്റി ഇൻ ദർ അപ്രോച്ചസ് ആൻഡ് പെർസ്പെക്റ്റീവ്. അവരുടെ വീക്ഷണത്തിലും അവരുടെ അപ്രോച്ചിലൊക്കെ എന്ത് വേണം? ഒബ്ജക്റ്റിവിറ്റി വേണം. നമ്മളെ പേഴ്സണൽ ഫീലിങ്സിന് ഒരു റോളും ഇല്ല. സ്റ്റിൽ യു നോർമലി ഡു നോട്ട് യൂസ് സച്ച് എക്സ്പ്രഷൻസ് ആസ് ഐ തിങ്ക്, ഇൻ മൈ ഒപ്പീനിയൻ, ഐ ഫൗണ്ട് ഔട്ട് ദാറ്റ്. ഏതൊക്കെയാണ്? ഐ തിങ്ക്, ഇൻ മൈ ഒപ്പീനിയൻ, ഐ ഫൗണ്ട് ഔട്ട് ദാറ്റ്. ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതൊക്കെ ഉപയോഗിച്ചത് എന്താവും? സബ്ജക്റ്റീവ് ആവും. അത് മനസ്സിലാക്കുക. നമ്മളെ അപ്രോച്ച് എന്താവണം? ഒബ്ജക്റ്റീവ് ആവണം. ഐ തിങ്ക്, ഇൻ മൈ ഒപ്പീനിയൻ, ഐ ഫൗണ്ട് ഔട്ട് എന്ന് അത് പറഞ്ഞാൽ അത് സബ്ജക്റ്റീവ് ആവും. ദാറ്റ് മീൻസ് പേഴ്സണൽ ആവും. നമുക്ക് അക്കാഡമിക് റൈറ്റിംഗ് എന്താ വേണ്ടത്? ഒബ്ജക്റ്റീവാണ് ആവേണ്ടത്. കീപ്പ് ഇൻ മൈൻഡ്, അക്കാഡമിക് റൈറ്റിംഗ് ഷുഡ് ബി ഒബ്ജക്റ്റീവ്. ഡോണ്ട് യൂസ് ഐ തിങ്ക്, ഇൻ മൈ ഒപ്പീനിയൻ, ഐ ഫൗണ്ട് ഔട്ട് ദാറ്റ് എന്നുള്ളതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. In order to make our writing more inclusive, it is better to write without reinforcing your stake in the work. നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റിക്ക് ഓൺ ഇൻ ദ വർക്ക്. സോ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു സൗണ്ട് ന്യൂട്രൽ. അടുത്ത ടേം, ഇറ്റ് ഈസ് ബെറ്റർ ടു സൗണ്ട് ന്യൂട്രൽ. പറയുക, സൗണ്ടോട് നമ്മൾ സ്പീക്ക് ന്യൂട്രൽ. നമ്മൾ എന്ത് ചെയ്യണം? ന്യൂട്രലായിട്ട്, അവിടെ ഇവിടെയും തൊടാണ്ട് പറയാമെന്നൊക്കെ നമ്മൾ പറയില്ല. അപ്പം ന്യൂട്രലായിട്ട് പറയണം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ്? അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ വോയിസ് എന്താവണം? ഒബ്ജക്റ്റീവ് ആവണം. സെക്കൻഡ് നമ്മൾ പറഞ്ഞു സബ്ജക്റ്റീവ് ആവാൻ പാടില്ല. ഐ തിങ്ക്, ഇൻ മൈ ഒപ്പീനിയൻ, ഐ ഫൗണ്ട് ഔട്ട് എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് സ്പീക്ക് ഇൻ ന്യൂട്രൽ പൊസിഷൻ. ന്യൂട്രലായിട്ട് നിന്നിട്ട് പറയാം. സ്പീക്ക് ഇൻ ന്യൂട്രൽ ടേം, ന്യൂട്രലായിട്ട് പറയാം. ഇൻ പ്ലേസ് വെർ യു ആർ ഇൻ നീഡ് ഓഫ് യൂസിങ് പേഴ്സണൽ പ്രോനൗൺ, ബെറ്റർ ടു യൂസ് തേർഡ് പേഴ്സൺ ഓർ പ്രിഫറബിളി പ്ലൂരൽ. നല്ലോണം ശ്രദ്ധിക്കുക. ഇനി തേർഡ് പേഴ്സൺ പ്ലൂരൽ പ്രോനൗൺ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. തേർഡ് പേഴ്സൺ പ്ലൂരൽ പ്രോനൗൺ ആണ് ഉപയോഗിക്കേണ്ടത്. ദാറ്റ് മീൻസ് ദേ ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ. ഇനി നിങ്ങൾക്ക് പേഴ്സണൽ പ്രോനൗൺ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാണ്ട് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒബ്ജക്റ്റീവ് ആവണം ഏറ്റവും നല്ലത്. ഇൻ കേസ് നിങ്ങൾ ഉപയോഗിക്കൽ അത്യാവശ്യമായി വരികയാണെങ്കിൽ യൂസ് ഓൺലി തേർഡ് പേഴ്സൺ പ്ലൂരൽ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. തേർഡ് പേഴ്സൺ പ്ലൂരൽ പ്രോനൗൺ. വി യൂസ് തേർഡ് പേഴ്സൺ പ്ലൂരൽ പ്രോനൗൺ. ദാറ്റ് ഈസ് ഇൻ ബ്രാക്കറ്റിൽ കൊടുക്കുക. ദേ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഐ എന്നോ യു എന്നൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ദേ, തേർഡ് പേഴ്സൺ പ്ലൂരൽ പ്രോനൗൺ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. There are certain assignments that requires autobiographic, reflective writing and writing that ask your personal views.
ഇറ്റ് ഈസ് ബിക്കം എസെൻഷ്യൽ ഫോർ യു ടു യൂസ് ഫസ്റ്റ് പേഴ്സൺ. ചിലത് നമുക്കിപ്പം ഇതൊക്കെ ഏതാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ട്രാവലോഗൊക്കെ ഏതാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് പേഴ്സൺ ഉപയോഗിക്കാം. അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കാം. അത് വളരെ റെയറായിട്ട്, നല്ലതല്ല, ഉപയോഗിക്കാം. അങ്ങനത്തെ മേ യൂസ് എന്നുള്ള രൂപത്തിലാണ് കേട്ടോ. In other genres of academic writing is advisable to adopt third person plural for the following reason. അപ്പം എന്താണ് തേർഡ് പേഴ്സൺ പ്ലൂറൽ പ്രോനൗൺ മാത്രമേ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലത്. വേറെ നമ്മുടെ അക്കാഡമിക് റൈറ്റിങ്ങിൽ പറയുന്നത് നിങ്ങളെ പേഴ്സണൽ പ്രോനൗൺ ഉപയോഗിക്കാൻ അത്യാവശ്യമാണ് എങ്കിൽ മാത്രം ഫസ്റ്റ് പേഴ്സൺ ഉപയോഗിക്കുക, ഐ എന്ന് ഉപയോഗിക്കുക. അല്ലാതെ ഫസ്റ്റ് പേഴ്സണ് ഉപയോഗിക്കാൻ പാടില്ല. ഐ വി ആണ് പേഴ്സണൽ പ്രോനൗൺ. ഫസ്റ്റ് പേഴ്സൺ ആകുമ്പോൾ ഐ സിംഗുലറാണ്, വി ആകുമ്പോൾ പ്ലൂറലാവും. ഓക്കെ. തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ് എൻവിഷൻസ് ബ്രോഡർ ഓഡിയൻസ്. എന്തുകൊണ്ടാണ് തേർഡ് പേഴ്സൺ ഉപയോഗിക്കണമെന്ന് പറയാൻ കാരണം, തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ് എൻവിഷൻസ് ബ്രോഡ് ഓഡിയൻസ്, ഒരുപാട് ഓഡിയൻസിന്, അല്ലെങ്കിൽ അവിടെ എന്തില്ല, പേഴ്സണൽ ബയാസ് ഇല്ല, ന്യൂട്രലായിട്ട് കാര്യം പറയുകയാണ്, അപ്പം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇറ്റ് ഹെൽപ്പ് യു ടു അഷ്വർ ദാറ്റ് റീഡർ ദാറ്റ് ദ ടോപ്പിക് ഓഫ് യുവർ വർക്ക് ഈസ് ഇൻട്രസ്റ്റഡ് നോട്ട് ഓൺലി ടു യു. അതെ, നമുക്ക് മാത്രമല്ല, നമ്മൾ ഇത് വായിക്കുന്ന ആൾക്കാർക്കും കൂടെ ഇൻട്രസ്റ്റ്. ഞാൻ സാധാരണ എക്സാമിനൊക്കെ എഴുതുമ്പം വി ക്യാൻ സേ എന്ന് വെക്കാറുണ്ട്. നമുക്ക് പറയാം, എക്സാമിൻ്റെ പേപ്പർ നോക്കുന്ന ആളും കൂടി നമ്മളിലേക്ക് എടുക്കുക. അതൊരു ടെക്നിക്കാണ്. അതുപോലെ ഇറ്റ് ഹെൽപ്പ് യു ടു അഷ്വർ ദ റീഡർ ദാറ്റ് ദ ടോപ്പിക് ഓഫ് യുവർ വർക്ക് ഈസ് ഓഫ് ഇൻട്രസ്റ്റ് നോട്ട് ഓൺലി ടു യു. നിങ്ങൾക്ക് മാത്രമല്ല, അതേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ യുവർ റൈറ്റിംഗ്. The use of plural form help you to make your writing gender neutral. ജെൻഡർ ന്യൂട്രൽ മീൻ സ്ത്രീകൾ പുരുഷൻ ഒന്നും അവിടെ ഇല്ല. ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകതയും കൂടി അതാണ്, കൂടുതലും ജെൻഡർ ന്യൂട്രലാണ്. ഇപ്പം എന്താ പറയുക, ദേ എന്ന് വെക്കുമ്പോൾ അവിടെ സ്ത്രീ ആവാം, പുരുഷനാവാം. ഹീ എന്ന് വെച്ചാൽ അവിടെ പുരുഷൻ മാത്രമാണ്, ഷീ എന്ന് വെച്ചാൽ സ്ത്രീ മാത്രമാണ്. പക്ഷേ ദേ വെക്കുമ്പം ജെൻഡർ ന്യൂട്രലാണ്. ആസ് യു ആർ അൺലൈക്ലി ടു യൂസ് ഹീ ഓർ ഷീ റെഫറിങ് ജനറലി ടു ഇൻഡിവിജ്വൽസ്. അല്ലേ, ഹീ ആകുമ്പോൾ പുരുഷന്മാരെ, ഷീ ആകുമ്പോൾ സ്ത്രീകളെയാണ്. അപ്പോൾ എന്തുകൊണ്ടൊക്കെയാണ് ബ്രോഡർ ഓഡിയൻസിനെ കിട്ടും. രണ്ടാമത്തത് ഇറ്റ് ക്യാൻ ഇംപ്രൂവ്, തേർഡ് പേഴ്സൺ പ്ലൂറൽ ക്യാൻ ഇംപ്രൂവ് ഇൻട്രസ്റ്റ് ഓഫ് അതേഴ്സ്. ലാസ്റ്റ് വൺ ഇറ്റ് വിൽ ബി ജനറൽ ന്യൂട്രൽ. അതിൽ മൂന്നെണ്ണം പറഞ്ഞത് ബ്രോഡർ ഓഡിയൻസിനെ കിട്ടും. സെക്കൻഡ് എന്താണ്, മറ്റുള്ളവർക്ക് താല്പര്യം ഉണ്ടാവും. തേർഡ് വൺ എന്താണ്, നിങ്ങൾക്ക് ജനറൽ ന്യൂട്രലായിട്ടുള്ള ഓഡിയൻസിനെ കിട്ടും. ഓക്കെ, മനസ്സിലായില്ലേ? However, it is also be borne in mind that you are not losing your voice when you write in third person or neutral point of view. തേർഡ് പേഴ്സൺ ഉപയോഗിക്കുമ്പം ന്യൂട്രൽ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ പോയിന്റുകൾ വിടാൻ പാടില്ല. ഓക്കെ, നിങ്ങളതായിട്ട് പറയാൻ പാടില്ല എന്നേ ഉള്ളൂ. യുവർ അക്കാഡമിക് വർക്ക് ബെയർ ടെസ്റ്റിമണി ടു യുവർ വേ ഓഫ് ലുക്കിംഗ് അറ്റ് യുവർ സബ്ജക്റ്റ് നോക്കുന്നതിനനുസരിച്ച് മെയിൻറ്റെയിൻ എമൗണ്ട് ഓഫ് ന്യൂട്രാലിറ്റി, ഒരു ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യണം. യുവർ വോയിസ് ഇൻ അക്കാഡമിക് അസൈൻമെൻറ്റ് ഷുഡ് സൗണ്ട് എഡ്യൂക്കേറ്റഡ്, വെൽ ഇൻഫോംഡ്. നല്ല എഡ്യൂക്കേറ്റഡ് ആവണം. അതെന്തെങ്കിലും കാര്യങ്ങൾ കൺവേ ചെയ്യുന്നതാണ്. ഇൻഫോംഡ് മെസ്സേജസ്. സോഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് റേഷണൽ. സോഫിസ്റ്റിക്കേറ്റഡ് എന്നാൽ എന്താ, ഫിലോസോഫിക്കൽ ആവണം എന്നൊക്കെ പറയില്ല നമ്മൾ, കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ളതാവണം. റേഷണൽ മീൻസ് യുക്തിപരം. റീസൺ എന്ന് പറഞ്ഞാൽ യുക്തിയാണ്, ഇമോഷൻ്റെ ഓപ്പോസിറ്റ്. യുക്തിപരമാവണം. ഇമോഷണൽ ബയാസ് പാടില്ല. ഇമോഷണൽ ആകുമ്പോൾ നമ്മൾ പേഴ്സണൽ മാറ്റേഴ്സ് ആവും. അപ്പോൾ ഇതൊരു പോയിൻ്റാണ്. നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, ഒബ്ജക്റ്റീവ്, ഇൻഫോർമൽ, പിന്നെ ടെക്നിക്കൽ ആൻഡ് റേഷണൽ. ഒരു ടേമാണ് റേഷണൽ. ഇമോഷണൽ ആവാൻ പാടില്ല, റേഷണൽ ആവണം. ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് സീ വിച്ച് വൺ ഓഫ് ദം സൗണ്ട് അപ്രോപ്രിയേറ്റ് ഫോർ ആൻ അക്കാഡമിക് വർക്ക്. അതിൽ കുറച്ച് 4 സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓരോന്നും വായിക്കാം. നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത്. വൈൽ പെർസ്യൂയിങ് ദിസ് പ്രോജക്റ്റ് ഐ വെൻറ്റ് ത്രൂ ലോട്ട് ഓഫ് മെറ്റീരിയൽസ് ഫ്രം മാഗസിൻസ്, ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ഇൻ്റർനെറ്റ് സൈറ്റ്, but I found them to be unreliable as they did not provide proof for the claims and they did not give details of the authors. ഞാൻ കുറേ സൈറ്റിലൂടെയൊക്കെ പോയി, അതൊന്നും എന്തല്ല, റിലയബിൾ അല്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നതല്ല. When we collect data for our project, we are likely to stumble upon many sources within our surroundings like newspaper, articles, magazine, issues, websites and so on. When using a source, it is better for us to check if they are reliable materials and see if we get evidences for the claim made in them. If they give us details of the author. ഇതൊക്കെ തരുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യണം. During the hunt of gathering material, one may come across a lot of works in sources like internet, newspaper, magazines. One cannot rely on them as one may not know if the claim made in them are reliable, and sometimes one may not find the details of their authors. Fourth one, information available in such
such sources as internet, newspaper, magazine cannot be relied upon mainly because these sources do not often provide evidences for the claim made, nor do they mention details of the author. ഇതിൽ ഏറ്റവും സിമ്പിളായിട്ടും ഒബ്ജക്റ്റീവായിട്ടും പറഞ്ഞത് ഫോർത്ത് വണ്ണാണ്. അതുകൊണ്ട് ഫോർത്ത് വണ്ണാണ് അതിൽ ശരി. ഓക്കെ, അത് ലെസ് വേർഡിയാണ് ക്ലിയർ ആണ്, കുറച്ച് അതിൽ സെൻറ്റൻസുകൾ കുറവാണ്. അപ്പോൾ ഇങ്ങനെ അക്കാഡമി റൈറ്റ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാറില്ലേ, അസൈൻമെൻറ്റ് ഇതൊക്കെ എഴുതുമ്പോൾ നമ്മൾ ലെങ്തി ആയിട്ട് എഴുതാൻ പറ്റില്ല. അതിൽ കണ്ടൻറ്റ് പറയുന്നത് മാത്രമേ എഴുതാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ലെസ് വേർഡ് ആൻഡ് ക്ലിയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. എന്താണ്? ഒബ്ജക്റ്റീവ് ആവണം. ഐ തിങ്ക്, ഇൻ മൈ ഒപ്പീനിയൻ, ഐ ഫൗണ്ട് ഔട്ട് എന്നൊന്നും പറയാൻ പാടില്ല. തേർഡ് പേഴ്സൺ പ്ലൂറൽ പ്രോനൗൺ ദേ ഉപയോഗിക്കണം. നിവർത്തിക്കേടുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഐ ഉപയോഗിക്കാം. പിന്നെന്താണ്? നിങ്ങളത് വെൽ ഇൻഫോംഡ് അല്ലെങ്കിൽ വെൽ എഡ്യൂക്കേറ്റഡ് ആവണം, സോഫിസ്റ്റിക്കേറ്റഡ് റേഷണൽ ആവണം, ന്യൂട്രൽ പൊസിഷനിൽ നിന്നിട്ട് സംസാരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ചൂസിങ് ആൻ അപ്രോപ്രിയേറ്റ് വോയിസ് എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. നിങ്ങളെല്ലാവരും നോട്ട് ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ അത് സബ്മിറ്റ് ചെയ്യണം. ഓരോ ദിവസത്തെ അന്ന് തന്നെ എഴുതിയാൽ മതി. അതാണ് കുറച്ചും കൂടെ നല്ലത്. ഞാൻ പറഞ്ഞ പോയിന്റുകൾ മാത്രം എഴുതിയിട്ട് നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.